കോവിലൻ സ്മാരക സെമിനാർ ഹാളിന്റെ ചുവരുകളിൽ തട്ടക പെരുമ ഒരുക്കി ചിത്രകാരൻ സുനിൽ ചൂണ്ടൽ. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ദേവസ്വവും മലയാള വിഭാഗവും ചേർന്ന് സജ്ജമാക്കിയ സെമിനാർ ഹാളിന്റെ ചുവരുകളിലാണ് കോവിലന്റെ തട്ടകത്തിലെ കഥാപാത്രങ്ങളെ പുനരാവിഷ്കരിച്ചിട്ടുള്ളത്. കണ്ടാണശ്ശേരിയെ കൾച്ചറൽ ടൂറിസത്തിന്റെ ഭൂപടത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമത്തിന്റെ ആദ്യപടിയായാണ് കോവിലൻ സ്മാരക സെമിനാർ ഹാൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. കോവിലന്റെ മാസ്റ്റർപീസ് നോവലായ തട്ടകത്തിലെ ഉണ്ണിരിക്കുട്ടിയുടെയും കമ്മളൂട്ടിയുടെയും കന്നുകളോടൊത്തുള്ള പുറപ്പാടും, കുഞ്ഞപ്പന്റെ തോളിലിരുന്നുള്ള അപ്പുക്കുട്ടന്റെ സ്കൂൾ പ്രവേശനവും, ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ചുള്ള സ്കൂൾ ബഹിഷ്കരണവും, താച്ചട്ടി വൈദ്യരുടെ പാത്തിച്ചികിത്സയും, വാറുണ്ണിയുടെ വരട്ടോലക്കെട്ടും, കമ്മീഷണറുടെ വരവും, കോട്ടപ്പറമ്പൻ അയ്യപ്പന്റെ നടത്തവും, ഭിക്ഷുവിന്റെ യാത്രയും, തൈത്തറ കുഞ്ഞിക്കണ്ണാരന്റെ ഉപചാരവും, പൊന്നപ്പന്റെയും മനോർമണിയുടെയും കൂടിക്കാഴ്ചയുമാണ് ക്യാൻവാസ് ചിത്രങ്ങളായി സെമിനാർ ഹാളിന്റെ ചുവരുകളിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. വരകളാലും വർണ്ണങ്ങളാലും തട്ടകത്തിന്റെ ദൃശ്യവായന നിർവഹിച്ചിരിക്കുന്നത് ചിത്രകാരനും ശില്പിയും നാടകപ്രവർത്തകനും ദേശക്കാരനുമായ സുനിൽ ചൂണ്ടലാണ്. വെള്ളിയാഴ്ച ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്ന സെമിനാർ ഹാളിന്റെ പ്രധാന ആകർഷണമാണ് സുനിലിന്റെ കലാവൈഭവം വിളിച്ചോതുന്ന ഈ ചിത്രങ്ങൾ. തട്ടകത്തിലെ ആദ്യ അധ്യായത്തെ ആസ്പദമാക്കി സുനിൽ രംഗപാഠവും സംവിധാനവും നിർവഹിച്ച പുറപ്പാട് എന്ന നാടകത്തിന്റെ അവതരണവും ചടങ്ങിന്റെ ഭാഗമായി നടക്കും. തട്ടകത്തിന്റെ കഥാകാരനായ കോവിലന്റെ ചിത്രങ്ങൾ സെമിനാർ ഹാളിൽ ഒരുക്കാൻ സാധിച്ചത് ഭാഗ്യമായാണ് കരുതുന്നതെന്ന് സുനിൽ ചൂണ്ടൽ പറഞ്ഞു. കോവിലൻ ട്രസ്റ്റ് ഭാരവാഹി AD ആൻഡു മാസ്റ്ററുമായി ആലോചിച്ചാണ് തട്ടകത്തിലെ കഥാപാത്രങ്ങളെ പുനരാവിഷ്കരിച്ചതെന്നും സുനിൽ വ്യക്തമാക്കി. കോവിലൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരന് തട്ടകത്തിന് നൽകാവുന്ന ഏറ്റവും മികച്ച ഒരു ആദരവാണ് ഈ സെമിനാർ ഹാൾ എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ സെമിനാർ ഹാളിൽ നമുക്ക് എന്തെല്ലാം ഒരുക്കണം എന്നുള്ളത് ആലോചന വന്നപ്പോൾ ആൻഡോ മാഷിനെയാണ് ആ പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഇല്ലസ്ട്രേഷനുകളാണ് തട്ടകം വായിക്കുന്നവരുടെ മുമ്പിൽ വായിച്ചിട്ടുള്ളവരുടെ ഉള്ളിൽ ഉള്ളത്. അത് നമുക്ക് പകർത്താമെന്നുള്ളൊരു ആലോചനയാണ് വന്നത്. അപ്പോൾ അത് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്, ഇതിൻ്റെ ഒരു ഭാഗമാക്കാൻ സാധിച്ചതിൽ. അതുപോലെ തന്നെയാണ് തട്ടകത്തിൻ്റെ ആദ്യത്തെ അധ്യായം നാടകമാക്കാനുള്ളൊരു ആലോചനയും നടന്നത്. അത് 30ാമത്തെ വേദിയാണ്. അത് ശ്രീകൃഷ്ണയിൽ കളിക്കാൻ പോകുന്നു, ഈ കോളേജിൽ കളിക്കാൻ പോകുന്നു, ഈ സെമിനാർ ഹാളിൻ്റെ ഇനാഗ്രേഷനുമായി ബന്ധപ്പെട്ട് കളിക്കാൻ പോകുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. വരയിലൂടെയും വർണ്ണത്തിലൂടെയും നാടകത്തിലൂടെയും തട്ടകത്തിന്റെ പ്രിയ കഥാകാരനെ തന്റേതായ നിലയിൽ അടയാളപ്പെടുത്തുകയാണ് ദേശത്തെ കലാകാരനായ സുനിൽ ചൂണ്ടൽ.